വിലക്കയറ്റത്തിനെതിരെ ഇറാനിൽ നടക്കുന്ന പ്രതിഷേധത്തിന് എതിരായ നടപടികളിൽ ഭരണകൂടത്തിന് ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്ക. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് മുന്നറിയിപ്പ് സന്ദേശം പോസ്റ്റ് ചെയ്തത്. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് അവരുടെ പതിവാണ്. പ്രതിഷേധക്കാർക്ക് അമേരിക്ക രക്ഷയ്ക്കായി എത്തും. ആയുധം ലോഡ് ചെയ്തത് തയ്യാറാണ്. കടുത്ത സാമ്പത്തിക തകർച്ച നേരിടുന്ന ഇറാനിലെ പ്രക്ഷോഭത്തിൽ പ്രതിഷേധക്കാരും അവരെ പ്രതിരോധിക്കാൻ രംഗത്തുള്ള സുരക്ഷാ സേനാംഗങ്ങളും അടക്കം 7 പേരാണ് മരിച്ചത്. വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് ഇറാനിൽ നടക്കുന്ന പ്രതിഷേധം തലസ്ഥാനമായ ടെഹ്റാൻ അപ്പുറത്തേക്കും കടന്നതോടെ സുരക്ഷാ സേന സായുധ വഴിയിലൂടെ പ്രതിഷേധത്തെ ശക്തമായി അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. പടിഞ്ഞാറൻ ഇറാനിലാണ് ശക്തമായ ആക്രമണം നടന്നിരിക്കുന്നത്. തെരുവിൽ തീയിട്ടിരിക്കുന്നതിന്റെയും വെടിവെച്ചുകളുടെയും ശബ്ദവും വീഡിയോകളിൽ നിന്നും അറിയാനാകും. 2022 മഹസ അമീനി എന്ന 22-കാരി ശിരോവസ്ത്രത്തിന്റെ പേരിൽ മരിച്ചതിനു ശേഷം ഇറാൻ കാണുന്ന ഏറ്റവും രൂക്ഷമായ ഭരണകൂട ജന ഏറ്റുമുട്ടലാണ് ഇപ്പോഴത്തേത്. എന്നാൽ അന്നത്തെ എത്ര ശക്തമല്ല പ്രതിഷേധമെന്നാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഇറാനിലെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങളാണ് എന്നാൽ ഇത്തവണ ഉയരുന്നത്. അതേസമയം പ്രതിഷേധത്തെ മുതലാക്കാൻ ശ്രമിച്ച നിരവധി പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനിൽ വന്ന റിപ്പോർട്ട്. മുൻപ് 2025 ജൂൺ മാസത്തിൽ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബാക്രമണം നടത്തിയിരുന്നു. എന്നാൽ തങ്ങൾ അമേരിക്ക കരുതും പോലെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നില്ലെന്നായിരുന്നു അന്ന് ഇറാൻ അധികൃതർ വ്യക്തമാക്കിയത്. ഈ പ്രശ്നത്തിനിടെയാണ് ഇപ്പോൾ പ്രതിഷേധക്കാരെ വധിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്ന അമേരിക്കൻ ഭീഷണി വന്നിരിക്കുന്നത്. ഇറാനിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുമ്പോൾ ജനം പ്രതിഷേധിക്കാൻ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. സുരക്ഷാ സേനയുമായി ജനങ്ങൾ ഏറ്റുമുട്ടുന്നത് പതിവ് കാഴ്ചയായി മാറുന്നു. തലസ്ഥാനമായ ടെഹ്റാനിലെ കടയുടമകൾ ഇന്നലെ കടകൾ അടച്ചിട്ടതോടെ ഇറാനിയൻ ജനത രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ വർദ്ധിച്ചു വരുന്ന രോഷം പ്രകടിപ്പിക്കുകയാണ്. പ്രകടനക്കാരെ പിരിച്ചുവിടാൻ സംഘർഷവും കണ്ണീർവാതക പ്രയോഗവും നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വിലക്കയറ്റവും കറൻസി തകർച്ചയും കാരണം ടെഹ്റാനിലെ ചരിത്ര പ്രസിദ്ധമായ ഗ്രാൻഡ് ബസാറിൽ വ്യാപകമായ തടസ്സങ്ങളുണ്ടായി. വ്യാപാരികൾ അവരുടെ സ്ഥാപനങ്ങൾ അടച്ചിട്ടിരുന്നു. റിയാലിന്റെ മൂല്യത്തകർച്ചയും വഷളായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സാഹചര്യങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധിക്കാൻ ജനങ്ങൾ എത്തിയത്. സാമ്പത്തിക ഉപജീവന സമ്മർദ്ദങ്ങൾക്കെതിരായ പ്രതിഷേധവുമായി ബസാറിന് ചുറ്റുമുള്ള തെരുവുകളിലേക്ക് വ്യാപാരികൾ ഒഴുകിയെത്തുന്നതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. നിരവധി കടകൾക്ക് പേരുകേട്ട സെൻട്രൽ ടെഹ്റാനിൽ ഒരു പ്രധാന പാത കൈവശപ്പെടുത്തിയ ഒരു കൂട്ടം പ്രകടനക്കാർ നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ പുറത്തു വന്നിരുന്നു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ കണ്ണീർവാതകം പ്രയോഗിക്കുന്നത് മറ്റൊരു ഫോട്ടോയിൽ കണ്ടിരുന്നു. അതേസമയം ഇറാന്റെ കറൻസിയിൽ നാടകീയമായ ഇടിവ് തുടരുകയാണ്. അനൌദ്യോഗിക വിപണിയിൽ ഇപ്പോൾ ഇത് ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഞായറാഴ്ച $1 മൂല്യം ഏകദേശം 1.42 ദശലക്ഷം റിയാലിലായിരുന്നു. ഒരു വർഷം മുമ്പുള്ള ഏകദേശം 8,20,000 റിയാലുകളിൽ നിന്ന് കുത്തനെ ഉയർന്നു. അതേസമയം യൂറോ 1.7 ദശലക്ഷം റിയാലിലേക്ക് അടുക്കുന്നുവെന്ന് വില നിരീക്ഷിക്കുന്ന വെബ്സൈറ്റുകൾ പറയുന്നു. സാധാരണ ഇറാൻ പൗരന്മാർ പണപ്പെരുപ്പം, വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ്, ദീർഘകാല സാമ്പത്തിക മാന്ദ്യം എന്നിവയുമായി മല്ലിടുമ്പോൾ വർദ്ധിച്ചുവരുന്ന പൊതുജന നിരാശയാണ് ഇപ്പോഴത്തെ അസ്വസ്ഥതയ്ക്ക് അടിസ്ഥാന കാരണമായി മാറുന്നത്. തിങ്കളാഴ്ച നിരക്കുകൾ ഒരു പരിധിവരെ കുറഞ്ഞു. $1 ഏകദേശം 1.39 ദശലക്ഷം റിയാലിലും യൂറോ ഏകദേശം 1.64 ദശലക്ഷം റിയാലിലും എത്തി. ചില വ്യാപാരികൾ, പ്രത്യേകിച്ച് ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇലക്ട്രോണിക്സ് കച്ചവടക്കാർ താൽക്കാലികമായി വിൽപ്പന നിർത്തിവെക്കുകയോ ഓൺലൈനിൽ വില മാറ്റുകയോ ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഞായറാഴ്ച ടെഹ്റാനിലെ ഒരു പ്രധാന ഷോപ്പിംഗ് സെന്ററിലെ ഒരു കൂട്ടം കടയുടമകളും മൊബൈൽ ഫോൺ വ്യാപാരികളും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തിങ്കളാഴ്ച വിനിമയ നിരക്കിലെ ചാഞ്ചാട്ടം വില നിശ്ചയിക്കുന്നതിനോ ഇടപാടുകൾ അന്തിമമാക്കുന്നതിനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഉയർന്ന പണപ്പെരുപ്പവും ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പാശ്ചാത്യ ഉപരോധങ്ങളും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഇസ്രയേലിനൊപ്പം പാശ്ചാത്യ ശക്തികളും ഇറാൻ ആണവായുധങ്ങൾ സംഭരിക്കുകയാണെന്ന് ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.